ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇതെന്ന്. ഞാനിപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ആംപ്ടൺ. അപ്പോൾ ഞാൻ അവിടെ 2022 ജൂൺ ഇൻടേക്ക് ആയിരുന്നു. MBA ആണ് പഠിച്ചത്. എൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് യൂണിയായിട്ടൊരു ബന്ധവുമില്ല. എന്നാലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കുട്ടികൾ എനിക്ക് മെസ്സേജ് ഇട്ടു യൂണിയെ പറ്റി ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ യൂണിയിൽ പോയി തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഗേറ്റിൽ ഇറങ്ങിയിട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ യൂണിവേഴ്സിറ്റിയിലേക്ക്. സോ നമുക്ക് യൂണി എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നോർത്ത് ആംപ്ടണിലെ ടൗൺ സെൻറ്റർ. നോർത്ത് ആംപ്ടണിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഇത്. ഇവിടെ മെയിൻലി ചർച്ച്, ലോയിഡ്സ് ബാങ്ക്. ഈ ലോയിഡ്സ് ബാങ്കാണ് നമ്മുടെ മെയിൻ ബാങ്ക്. അപ്പോൾ അതിൻ്റെ ഒരു ബിൽഡിങ്ങാണ് ഇത് ഈ കാണുന്നത്. ലോയിഡ്സ് ബാങ്ക് ടൗൺ സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ നോർത്ത് ഗേറ്റിൽ ഇറങ്ങിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ കുറച്ച് ദൂരമേ ഉള്ളൂ. സോ നമുക്ക് നടന്ന് തന്നെ പോകാവുന്നതാണ്. ബസ് അവൈലബിൾ ആണ്, വേണമെങ്കിൽ ബസ് എടുക്കാം. അപ്പോൾ ബസ്സിന് ഫെയർ വരിക 2 pounds ആണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഞാൻ ബസ് എടുക്കാണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടെ വിഷ്വൽസ് ആഡ് ചെയ്യാമല്ലോ. സോ ഞാൻ ഇങ്ങനെ നടക്കുവാണ് ടൗൺ സെൻറ്ററിലൂടെ. നോർത്ത് ആംപ്ടൺ ടൗൺ സെൻറ്ററിലാണ് മെയിനായിട്ട് എല്ലാ ടൈപ്സ് ഓഫ് ഷോപ്സും വരുന്നത്. ഇവിടെ പ്രൈമാർക്കും പിന്നെ അതേപോലുള്ള ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. പിന്നെ ടൗൺ സെൻറ്ററിൽ ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പഴയ കാലത്തെ ബിൽഡിങ്സൊക്കെയാണ് ഇവിടെ മെയിൻലി ഉള്ളത്. എല്ലാം കുറച്ച് നല്ല പഴയ ബിൽഡിങ്സാണ്. സോ അതിൻ്റെ ഭംഗി ഉണ്ട് ബിൽഡിങ്സിനൊക്കെ. ഏൻഷ്യൻ സ്ട്രക്ചറൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇനിയൊരു 5 minutes, മേ ബി 5 to 6 minutes വാക്കുണ്ട് യൂണിയിലേക്ക്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ സൈഡിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബാർസ് ഉണ്ട്, അതുപോലെ ഷോപ്പിംഗ് ചെയ്യാനുള്ള മോളുണ്ട്. പിന്നെ ഇങ്ങനെ വോൾ ആർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കിങ് ആൻഡ് ക്വീൻ അവരാണത്. അപ്പോൾ വോൾ ആർട്സ് ഒക്കെ ഉണ്ട്. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ്. യൂണിവേഴ്സിറ്റിയുടെ സൈഡിലോട്ട് തന്നെ വലിയൊരു പാർക്കുണ്ട്. ഇത് ബെക്കറ്റ്സ് പാർക്കാണിത്. വലിയ പാർക്കാണ്. ഈവനിങ് എന്നല്ല, ഇവിടെ മോസ്റ്റ്ലി ആൾക്കാരൊക്കെ കാണും. അപ്പം ഞാൻ യൂണിയിലെത്തി. യൂണീൻ്റെ ചേർന്ന് തന്നെ ബെക്കറ്റ്സ് പാർക്കുണ്ട്. നമുക്ക് അവിടെ വന്ന് റിലാക്സ് ചെയ്യാം, വെറുതെ ഇരിക്കാം, എല്ലാം ചെയ്യാം. യൂണിയോട് ചേർന്ന് തന്നെയാണ് ഈ പാർക്കുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ജാക്കറ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ക്ലൗഡിയാണ്, അറിയത്തില്ല. മേ ബി മഴ പെയ്യും, മേ ബി കുറച്ച് കഴിഞ്ഞ് വെയിൽ വരും. ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മളെല്ലാം പ്രിപ്പയർ ആയിട്ടിരിക്കുക. അത്രമാത്രം നമുക്കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല വിൻഡിയാണ്. ഇതാണ് റിവർ നൈൻ. ഇവിടെ ഒരുപാട് സ്വാനൊക്കെ ഉണ്ടായിരുന്നു. ഇത് എവിടെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇതിന് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. ആരെയും കാണുന്നില്ല. ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആട്ടോ യൂണിവേഴ്സിറ്റിയുടെ. ബ്രാൻഡ് ന്യൂ ക്യാമ്പസാണ്. അത് വേറൊരു സ്പെഷ്യാലിറ്റി. ഇതാണ് ക്രിയേറ്റീവ് ഹബ്. ഇവിടെ ഫാഷൻ ഡിസൈനിങ് അങ്ങനത്തെ ഉള്ള കോഴ്സൊക്കെയാണ് പഠിപ്പിക്കുന്നത്. നമുക്കിവിടെ ആരെങ്കിലും സ്റ്റുഡൻസോ, ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൾ VP ഓഫ് വെൽഫെയർ ആണ്. സോ അവളെ കാണുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് കാണുമോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ്, ലേണിംഗ് ഹബ്ബ്. ഇവിടെയാണ് മെയിൻ ക്ലാസ്സസൊക്കെ നടക്കുക. ഇവിടെ പോലീസ്, കമ്മ്യൂണിറ്റി സേഫ്റ്റി ഹബ്ബുണ്ട്. അടുത്ത് മോറിസൺസ് ഡെയിലി ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. ഫുഡൊക്കെ കഴിക്കാനായിട്ട് ക്യാൻറ്റീൻ കാണിച്ചു തരാം. അപ്പം ഞാൻ യൂണിയുടെ ഉള്ളിലോട്ട് കയറാൻ പോവാം. ഇതുവരെ നമുക്ക് ID കാർഡൊന്നും വേണ്ട ഉള്ളിലോട്ട് കയറാൻ. പക്ഷേ ആ എൻട്രൻസിൽ കയറി പോകാനായിട്ട് ID കാർഡ് വേണം. ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. സോ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആൾ VP ഓഫ് വെൽഫെയർ ആണ്. സോ
അവൾ വന്നിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫ്ലോറ്. മുകളിലത്തെ ഫ്ലോറിലോട്ടാ ക്ലാസ്സൊക്കെ ഉള്ളത്. ആക്ച്വലി ഞാൻ പതുക്കെ സംസാരിക്കുന്നത്, സോ മച്ച് ക്വയറ്റ് ഹിയർ, സോ ഞാൻ പതുക്കെ സംസാരിക്കുന്നതാണ്. എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് സ്റ്റുഡൻറ്റ് യൂണിയൻ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഹെൽപ്പോ വേണമെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ മലയാളി ഓഫീസേഴ്സായിട്ട് 3 പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ ചെയ്തു തരും. എന്തെങ്കിലും ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതെ, എൻ്റെ ഫ്രണ്ട് അവിടെ നിൽപ്പുണ്ട്. ഇതാണ് റോസ്ന റോയ്. ഹലോ, ഹൈ. അപ്പോൾ നമ്മൾ നമ്മുടെ വി പി ഓഫ് വെൽഫെയർ അല്ലേ, വൈസ് പ്രസിഡന്റ് ഓഫ് വെൽഫെയർ, അതെ, VP മീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഉള്ളിലോട്ട് പോവുക. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറാണ് യൂണിവേഴ്സിറ്റിയുടെ. ഇവിടെ തന്നെ നമുക്ക് കഫറ്റീരിയ ഉണ്ട്. ഇതൊക്കെയാണ് ക്ലാസ് വരുന്നത്. ഇവിടെയൊക്കെ സ്റ്റുഡൻസിന് വന്നിരുന്ന് വർക്കൊക്കെ ചെയ്യാം. പിന്നെ ഇതൊക്കെ ഓരോ ക്ലാസ് റൂംസാണ്. മാർക്കറ്റ്. ഓക്കെ, ഇത് യൂണിവേഴ്സിറ്റിയുടെ മിനി ലൈബ്രറിയാണ്. പെട്ടെന്ന് ആക്സസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് വലിയ ലൈബ്രറി യൂണിവേഴ്സിറ്റിയുടെ ടോപ്പ് ഫ്ലോറിലുണ്ട്. ഇത് യൂണിവേഴ്സിറ്റിയുടെ ക്യാൻറ്റീനാണ്, മാർക്കറ്റ്. ഇവിടെയാണ് മെയിൻലി സ്റ്റുഡൻസ് വന്ന് ബ്രേക്കിനൊക്കെ സ്പെൻഡ് ചെയ്യുക ടൈം. ഇവിടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്, റൂഫ് ടോപ്പ്. അവിടെ ബാൽക്കണിയാണ്, നമുക്ക് അവിടെ പോയിരുന്ന നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോയിരുന്നിട്ട് നമുക്ക് റോസിനെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ലൈബ്രറി. സൈലൻറ്റ് സ്റ്റഡി ഏരിയ ആണ്, സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ പ്ലേസ്, റൂഫ് ടോപ്പ്. ഇവിടെ നിന്നാൽ യൂണിവേഴ്സിറ്റി ഫുൾ കാണാം. ദേ ആ കാണുന്നതാണ് എൻജിൻ ഷെഡ്. അവിടെ പണ്ട് ട്രെയിൻ സർവീസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ക്ലോസ്ഡാണ്. അത് എൻജിൻ ഷെഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ വി പി ഓഫ് വെൽഫെയറിനോട് സ്റ്റുഡൻസ് യൂണിയൻ എന്താ എന്നൊക്കെ ചോദിക്കാം. പറഞ്ഞോളൂ. സ്റ്റുഡൻസ് യൂണിയന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാനും സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് സർവീസും അഡ്വൈസസും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഘടനയാണ്, ഒരു ഓർഗനൈസേഷനാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് യൂണിയൻ വർക്ക് ചെയ്യുന്നത്. സ്റ്റുഡൻസ് യൂണിയനിൽ ഒരു സബാട്ടിക്കൽ ഓഫീസർ, നമുക്ക് 4 സബാട്ടിക്കൽ ഓഫീസേഴ്സാണ് നമ്മുടെ കറണ്ട് ഈ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് യൂണിയൻ ഉള്ളത്. 4 സബാട്ടിക്കൽ ഓഫീസേഴ്സാണ്. അത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സൈസിനനുസരിച്ചൊക്കെ എണ്ണത്തിന് വ്യത്യാസം വരും. വലിയ യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ ഒരു 5-8 സബാട്ടിക്കൽ ഓഫീസേഴ്സൊക്കെ കാണും. ഇവിടെ 4 പേരാണുള്ളത്. ഏതൊക്കെ പോസ്റ്റാണ് ഉള്ളത്? ഇവിടെ വന്നിട്ട് പ്രസിഡൻ്റ് ഉണ്ട്, പിന്നെ ഉള്ളത് വൈസ് പ്രസിഡൻറ്റ് എഡ്യൂക്കേഷൻ, വൈസ് പ്രസിഡൻറ്റ് വെൽഫെയർ, വൈസ് പ്രസിഡൻറ്റ് ആക്ടിവിറ്റീസ്. ഞാൻ കഴിഞ്ഞ വർഷം വൈസ് പ്രസിഡൻറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആയിരുന്നു. ഈ വർഷം വൈസ് പ്രസിഡൻറ്റ് വെൽഫെയർ ആയി. നമുക്കിപ്പം വൈസ് പ്രസിഡൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, പുള്ളി ഒരു മലയാളിയാണ്. അപ്പം നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെ ഈ റോളിലൊക്കെ കയറി പറ്റാൻ പറ്റിയ ഒരു അത്യാവശ്യം നല്ല കാര്യമാണ്, ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള. നമുക്ക് സി വിയിലൊക്കെ ആഡ് ചെയ്യുന്നതിന് അത്യാവശ്യം വാല്യൂ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ കയറാന്നുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കുറെ കോണ്ടാക്ട് ആവും, കുറെ കോണ്ടാക്ട് കിട്ടും. ഈവൻ നമുക്ക് ഇവിടുത്തെ വൈസ് ചാൻസലറായിട്ട് വരെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് എക്സ്പോഷർ കിട്ടും. അതെ അതെ. പിന്നെ ഇതിന്റെ ഇലക്ഷന് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നീ എങ്ങനെ അപ്ലൈ ചെയ്ത ഇലക്ഷനൊക്കെ? ഇലക്ഷന് നമ്മളൊക്കെ ഒരു ഇൻടേക്ക് അല്ലേ, നമ്മളൊക്കെ ജൂൺ 2022 ഇൻടേക്ക് ആണ്, MBA ആയിരുന്നു. അപ്പം എല്ലാ വർഷവും ഈ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ മാർച്ചിലാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ജാനുവരി ആകുമ്പോഴത്തേനും നമുക്ക് മാനിഫെസ്റ്റോ ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു വരും. നാട്ടിലൊക്കെ ഇലക്ഷന് വെക്കണ പോലെ തന്നെ മാനിഫെസ്റ്റോ ഒക്കെ വെക്കണം. നമ്മൾ ഇന്നതൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാനൊക്കെ വെച്ച് അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട്
ചെയ്യും എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആക്ടിവിറ്റീസിൻ്റെ ആയിരുന്നല്ലോ. ഞാൻ അന്നേരം പറഞ്ഞിരുന്നത് സ്റ്റുഡൻസിൻ്റെ എൻഗേജ്മെൻറ്റ് കൂട്ടും, പിന്നെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ആഡ് ചെയ്യും. പിന്നെ ഞാൻ നമ്മുടെ ഹെൽത്ത് ഫോസറ്റ് ഇല്ലേ, നമ്മുടെ ഹാൻഡ് ഷെയർ നാട്ടിൽ ഇവിടെ കിട്ടത്തില്ലല്ലോ, ഇവിടെ ടിഷ്യൂ പേപ്പർ ആണല്ലോ, അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇതൊക്കെയായിരുന്നു എൻ്റെ മാനിഫെസ്റ്റോ പോയിന്റ്. എൻഗേജ്മെന്റ് ഒക്കെ അത്യാവശ്യം കയറിയിട്ടുണ്ട്. കൾച്ചറൽ പ്രോഗ്രാംസ് ഞാൻ ഇവിടെ നമുക്ക് ഓണാഘോഷം ഉണ്ടായിരുന്നു, പിന്നെ ചൈനീസ് ന്യൂ ഇയർ ഉണ്ടായിരുന്നു, പിന്നെ ക്രിസ്മസിന് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഹെൽത്ത് ഫോസറ്റും അത് ഓൾറെഡി ലാസ്റ്റ് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ അപ്രൂവ് ചെയ്തെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഇപ്രാവശ്യം അത് ഇംപ്ലിമെന്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അതൊക്കെയായിരുന്നു എൻ്റെ കഴിഞ്ഞ വർഷത്തെ മാനിഫെസ്റ്റോ. ഈ വർഷത്തേത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. വെൽഫെയർ ആണ് വരുന്നത്. ആക്ടിവിറ്റീസ് അപ്പം നമുക്ക് 3 റോൾ ഉണ്ടല്ലോ, വെൽഫെയർ, ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷൻ. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ സൊസൈറ്റീസും ക്ലബ്സും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ആ ക്ലബ്സും സൊസൈറ്റീസും ഒക്കെ ക്ലബ്സ് ആൻഡ് സൊസൈറ്റീസിലെ മെമ്പേഴ്സിൻ്റെ ഒക്കെ കൺസേൺസ് ഒക്കെ നമ്മൾ നോക്കി കണ്ടും കൈകാര്യം ചെയ്യുക, മാനേജ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ആക്ടിവിറ്റീസിൻ്റെ സൈഡിലേക്ക് വരുന്നത്. വെൽഫെയർ വരുമ്പോഴത്തേനും പേര് പറഞ്ഞത് തന്നെ വെൽഫെയർ, നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതായത് മെൻ്റൽ ഹെൽത്ത്. ഇപ്പോൾ ഈ ഇയറിൽ ഞാൻ മെൻ്റൽ ഹെൽത്ത് ആണ് എടുത്തിരിക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് എടുത്തിട്ടുണ്ട്, സ്റ്റുഡൻസിൻ്റെ അക്കോമഡേഷൻ എടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റുഡൻറ് പേരൻസ് ഉണ്ട്, പിള്ളേരുള്ള സ്റ്റുഡൻസും ഉണ്ട്, സ്റ്റാഫും ഉണ്ട്. അപ്പോൾ അവർക്ക് പിള്ളേർക്ക് ചൈൽഡ് കെയർ, നമുക്ക് UK അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് ചൈൽഡ് കെയർ. അപ്പോൾ അത് സ്റ്റുഡൻസിന് കുറച്ച് ഡിസ്കൗണ്ട് കൊണ്ടുവരാനായിട്ട് ക്യാമ്പസിൽ ചൈൽഡ് കെയർ കൊണ്ടുവരാൻ പറ്റുമോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഈ വർഷത്തെ ഇതിലുള്ളത്. ഓക്കെ. അപ്പോൾ മെയിൻലി ഇവിടെ സ്റ്റുഡൻറ് അക്കോമഡേഷൻ 3 ഇല്ലേ? 3 അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് 3 അക്കോമഡേഷൻ ഉള്ളത്. മെയിൻലി ഹാൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒന്ന് നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ ഉള്ളത്, സ്റ്റുഡൻറ് വില്ലേജ് ആണുള്ളത്. അത് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാം. പിന്നെ ഉള്ളത് നമുക്ക് ടൗണിലേക്ക് പോകുന്ന വഴിക്കാണ് സെൻറ് ജോൺസ് ഹാൾ ഉണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു 20 മിനിറ്റ് ഇവിടുന്ന് സ്കോളേഴ്സ് ഗ്രീൻ. അത് 20 മിനിറ്റ് ഇവിടുന്ന് ബസ്സിന് പോകാനുള്ള ഡിസ്റ്റൻസ്. ഇവിടെ തന്നെ അടുത്ത ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റുഡന്റ് കാർഡ് കാണിക്കുവാണെങ്കിൽ 50 pence അല്ലേ? സ്കോളേഴ്സ് ഗ്രീനിലേക്ക് ഫ്രീ ആണ്. അത് ആ ഇതിലേക്ക് ഫ്രീ ആണ്. ബാക്കി അല്ലാതെയുള്ള മിനിമം ചാർജ് 50 pence. 55 ആയോ? ഓക്കെ. ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ 50 ആയിരുന്നു, ഇപ്പോൾ 55 pence ആക്കി. സത്യം പറയട്ടെ, ഇപ്പൊ അതിലും കൂടി. ഇപ്പൊ മിനിമം ചാർജ് തന്നെ കൊടുക്കണം. നമ്മുടെ ബസ് സർവീസ് മാറി. ആണോ? സോറി, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ മുന്നേ 2022-2023 ആയിരുന്നെങ്കിൽ 50 pence നമുക്ക് ട്രാവൽ ഓക്കെ ആയിരുന്നു. ഇപ്പോൾ വേറെ ബസ് സർവീസ് ആയി. നമ്മുടെ യൂനോ ബസ് മാറി. ഇവിടുത്തെ നോർത്താംപ്ടണിൽ തന്നെ നേരത്തെ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ബസ് ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് നോർത്താംപ്ടൺ ബസ് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പം മാറിയിട്ട് സ്റ്റേജ് വെച്ച് തന്നെ വന്നു. ടൗണിൽ തന്നെ ബസ് സർവീസ് വന്നു. അപ്പോൾ അവർ ഡിസ്കൗണ്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതാവണുണ്ട്. അത് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നിന്ന പ്രോസസ്സൊക്കെ എങ്ങനെയായിരുന്നു? ഇലക്ഷൻ തുടങ്ങിയത് മുതൽ അവസാനിച്ചവരെ എങ്ങനെയായിരുന്നു? നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണോ ഇലക്ഷന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്? ക്വാളിഫിക്കേഷൻ ഒന്നേ ഉള്ളൂ, നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കണം. ആ ടൈമിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. നമ്മളെ സംബന്ധിച്ചോളം ആ ടൈമിൽ ഡിസർട്ടേഷൻ ആയിരുന്നു. അതായത് ജനുവരിയിൽ മാനിഫെസ്റ്റോ വെക്കുന്ന സമയത്ത് സ്റ്റുഡൻ്റ് ആയിരിക്കണം. ജനുവരിയിൽ മാനിഫെസ്റ്റോ വെച്ച് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ക്യാമ്പയിനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. മാനിഫെസ്റ്റോൻ്റെ ടൈമൊക്കെ എൻഡ് ചെയ്തിട്ട്. എങ്ങനെ ക്യാമ്പയിനിങ് എങ്ങനെയാണ് ചെയ്തത്? ക്യാമ്പയിനിങ് നാട്ടിലൊക്കെ പോലെ തന്നെ നമ്മൾ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുക. പോസ്റ്ററിൽ പേരൊക്കെ അടിച്ചിട്ട് വോട്ട് ഫോർ റോസ്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാന്നൊക്കെ എല്ലാവരോടും പറയുക. അങ്ങനെ അതൊക്കെ കൊണ്ട് കൊടുക്കുക. അതൊക്കെയായിരുന്നു നല്ല രസമുള്ള ടൈമായിരുന്നു ക്യാമ്പയിനിങ് ടൈമൊക്കെ. പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ നമുക്കെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ഇങ്ങനെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇങ്ങനെ എല്ലാവരോടും വോട്ട് ചെയ്യണം. നമുക്ക് ലിങ്ക് ത്രൂ വോട്ട് ചെയ്യണം. ഇപ്പം എനിക്ക് ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ലിങ്കിൽ കയറിയിട്ട് എനിക്ക് വോട്ട് ചെയ്യാം. അപ്പം ഞാൻ വീട്ടിലിരിക്കുവാണെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ആരും ഇവിടെ വന്നിട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ലിങ്കൊക്കെ ഷെയർ ചെയ്യുക. വോട്ട് ചെയ്യാൻ നമുക്ക് ആകെ 2.5 ദിവസം ഉണ്ടാവുക. 2 ഫുൾ ഡേയും 1 ഹാഫ് ഡേ ആണ് വോട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക. അപ്പോൾ ആ 3 ദിവസത്തിനുള്ളിൽ നമ്മൾ മാക്സിമം ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ട് ആ 3-ാമത്തെ ദിവസം 2.5 ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഈവനിങ്ങിൽ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ ഇലക്ഷൻ്റെ പ്രൊസീജിയേഴ്സ്. അതിലിപ്പം ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് കുറച്ച് Q&A ഒക്കെ ഉണ്ടാവും. ഞാനൊരു മാനിഫെസ്റ്റോ വെച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഇയറിൽ എനിക്ക് വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് ഇയറിലുണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. അതായത് നമ്മളുടെ അടുത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണു എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മളിങ്ങനെ നിർത്തിപ്പോയിരിക്കും. അത് തന്നെ നമ്മുടെ നാട്ടിൽ മറ്റേ നേരം പരിപാടിയൊക്കെ നടത്തുന്ന ന്യൂസ് ചാനൽ നേർക്ക് അത് തന്നെ, ആ സാധനം തന്നെ. ഈ വർഷം വളരെ താത്വികമായി ഞാൻ അതിനെ ഒഴിവാക്കി. അല്ലല്ല, അന്നെനിക്ക് സിക്കായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ യൂണിയനിൽ കയറിയപ്പോൾ എന്താ ബെനിഫിറ്റ്സ് എന്താ റോസ്നയ്ക്ക് ആസ് എ സ്റ്റുഡൻറ്?
എന്താ ബെനിഫിറ്റ് കിട്ടിയ? മോർ ദാൻ എ സ്റ്റുഡൻറ്റ് എൻ്റെ കരിയറിന് അത്യാവശ്യം നല്ലൊരു സ്റ്റെപ്പായിരുന്നു, ഹൈറ്റിലുള്ളൊരു സ്റ്റെപ്പായിരുന്നു. അതൊരു സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഡെവലപ്മെൻ്റ് ആയിരുന്നു എനിക്ക് ഞാൻ ഓഫീസറായപ്പോഴത്തേനും കിട്ടിയത്. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ യൂണിവേഴ്സിറ്റിയിലെ ഗവേണൻസിലൊക്കെ ഇടപെടാം എന്നല്ല, നമുക്ക് ഒത്തിരി അഭിപ്രായം പറയാം. അതല്ല കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ റെസ്യൂമിൻ്റെ കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ നമുക്കൊരു ആഡ് ചെയ്യാം, നമുക്കൊരു എക്സ്പീരിയൻസ് ആവും. അത് പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല. 1 year ഇവിടെ നിൽക്കാന്ന് പറയുമ്പോൾ ആ ഒരു 1 year നമ്മൾ കുറേ കാര്യങ്ങളിൽ കൂടെ കടന്നു പോകണം. നമ്മളിവിടെ യൂണിയൻ്റെ തന്നെ ഒരുപാട് മീറ്റിങ്സിലൊക്കെ പാട്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ പഠിക്കും. നമുക്ക് പഠിക്കാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എങ്ങനെയാണ് UK കുറേ സിസ്റ്റംസ് വർക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ ഓർഗനൈസേഷൻസ് ഒക്കെ റൺ ചെയ്യണം. ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വേണ്ട. നാട്ടിൽ എനിക്ക് അത്രയും കാര്യങ്ങൾ അറിയത്തില്ല. ഞാൻ നാട്ടിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇവിടെ ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ് എല്ലാ കാര്യങ്ങളും. അപ്പം എന്താ വളരെ നല്ലതാണ്. ഇപ്പോൾ നാളെ ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും ഇവിടെ വർക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു വില, ഒരു മതിപ്പ് അതൊക്കെ ഉണ്ടാവും. പിന്നെന്താ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. അപ്പോൾ ഞാൻ 2 year കോഴ്സിനാണ് വന്നത്. പക്ഷെ ഞാൻ പ്ലേസ്മെൻറ്റ് ഓപ്റ്റ് ഔട്ട് ചെയ്ത് 1 yearലാണ് നിന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഒരു റോളിൽ നിൽക്കുമ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം. അപ്പം എൻ്റെ സ്റ്റുഡൻറ്റ് വിസ 1 year കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു ഒരു കഴിഞ്ഞ വർഷം നിന്നപ്പം. അപ്പോൾ ഈ വർഷം ഞാൻ നിൽക്കുമ്പോൾ 1 year കൂടെ അവരത് എക്സ്റ്റെൻഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് PSW എടുക്കാൻ പറ്റും? PSW ഓക്കെ, നോർമൽ 2 year PSW തന്നെ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലേ? അതൊരു ബെനിഫിറ്റ് ആയിട്ട് ആണ് 2 year വിസ അങ്ങനെ കിട്ടില്ല. ഫീസൊക്കെ നമ്മൾ കൊടുക്കണം. എന്നാലും ഈ വിസയിൽ നിന്നാലും 40 hours വർക്ക് ചെയ്യാമല്ലോ. നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ നിന്നിട്ട് 40 hours വർക്ക് ചെയ്യാൻ പറ്റുന്ന വെക്കേഷൻ അല്ലാതെ നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഓഫീസർ ആവുന്നതാണ്. അപ്പം ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന പിള്ളേരോട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? നന്നായിട്ട് ഹാർഡ് വർക്ക് എടുക്കാനും എന്ത് പണിയും ചെയ്യാൻ റെഡിയായി പോകണം. പക്ഷെ എളുപ്പമല്ല. ഇപ്പം നാട്ടിലാണേലും ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നാട്ടിലാണേലും വർക്ക് ചെയ്യണ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പം ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നാട്ടിൽ വർക്ക് ചെയ്ത് ആലോചിക്കുമ്പം നമുക്ക് ടഫായിരുന്നെന്ന് തോന്നും. അതേസമയം ഇവിടുത്തെ വർക്ക് ടഫ്. നമുക്ക് ആർക്കും പൈസ വെറുതെ കിട്ടൂല, പണിയെടുത്താലേ പൈസ കിട്ടുള്ളൂ. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ കാരണം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി ദൂരത്തേക്കാണ് വന്ന് ഇവിടെ നിൽക്കുന്നത്. നാട്ടിലിപ്പോൾ ജോലി ചെയ്യുന്നിടത്തൊരു പ്രശ്നം ഉണ്ടായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ചെല്ലാം. വീട്ടിലേക്ക് ചെന്ന് വീട്ടിലെ കുറച്ച് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊക്കെ മാറും. ഇവിടെ നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഡീൽ ചെയ്യണം, നമ്മൾ തന്നെ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ് എല്ലാ കാര്യത്തിലും, ഫിനാൻഷ്യലി ആയാലും ഒരു ഡിസിഷൻ എടുക്കാൻ എല്ലാത്തിലും നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്. സോ നമുക്ക് ആ ഒരു സ്ട്രെസ്സും കൂടെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ എന്ത് ജോലിയും ചെയ്യണം. ഫസ്റ്റ് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. സോ ആ ഒരു ടൈമിൽ നിങ്ങൾ കിട്ടുന്ന ജോലിക്ക് പോയി സർവൈവ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീൽഡിലുള്ള ജോലി തന്നെ നോക്കി നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ നോക്കുക. അതെ, നാട്ടിലും ഇവിടുത്തെ വെച്ചിട്ടുള്ളൊരു മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കിട്ടില്ല. നാട്ടിൽ വീട്ടിൽ ചെന്നാൽ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് പണിയെടുത്തില്ലെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ ഫുഡും ഉണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് ഒരു ടെൻഷൻ പിടിക്കണ്ട. പക്ഷെ ഇവിടെ പണിയെടുത്തില്ലെങ്കിൽ പിന്നെ പെരുവഴിയിലോട്ട് ഒരാഴ്ച നമുക്ക് വയ്യാണ്ട് കിടന്ന തീർന്ന് നമ്മുടെ ലൈഫ് എല്ലാം. അതൊരു പേടിപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ വേണ്ട ഒരു അക്കൗണ്ടബിലിറ്റി ആണത്. നമ്മൾ സ്വയമായിട്ട് ജീവിക്കാം, നമ്മൾ 2 കാലം നിൽക്കാന്നുള്ളത്, നമ്മുടെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ 2 കാലം നിൽക്കാന്നുള്ളത് എല്ലാവർക്കും വേണ്ടൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഇത്രയും ദൂരത്ത് വന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നമുക്കൊക്കെ എനിക്ക് തോന്നും, ഞങ്ങൾ സ്റ്റുഡൻറ്റ് പീരീഡിൽ മാത്രമേ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ എല്ലാവരും അതായിട്ട് ഒന്നെങ്കിലും യൂസ്ഡ് ആവും, ചിലപ്പോൾ ശീലമാകുന്നതായിരിക്കും. അതെ, എനിക്കൊക്കെ ശീലമായി. പക്ഷേ ഓക്കെയാണ്. നമ്മൾ ഇവിടെ വരുന്ന ആരും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ആൾക്കാരൊന്നും ഇവിടെ നിൽക്കില്ലല്ലോ. ബുദ്ധിമുട്ടില്ല എന്നല്ല, ഉണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ വീട്ടിലല്ലാത്തതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എക്സ്ട്രാ ബർഡനാണത്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്താംപ്ടന്റെ ഇൻടേക്സിനെ പറ്റി പറയുമോ? നമുക്കിവിടെ UK പൊതുവെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ആകെ 3 ഇൻടേക്കാണ്, മാക്സിമം 3 ഇൻടേക്കാണുള്ളത്. ഒന്ന് ജാനുവരിയിൽ ഒരു മീഡിയം ഇൻടേക്ക് എന്ന് പറയാം. പിന്നെ ഉള്ളത് മെയ് ജൂണിൽ ഒരു ഇൻടേക്ക് കാണും. അതാണ് ഏറ്റവും ചെറിയ ഇൻടേക്ക്. ലൈക്ക് അത് ഇന്റർനാഷണൽ എല്ലാ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്തില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതായത് കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഇൻടേക്ക് എന്ന് പറയുന്നത് മെയ് ജൂൺ ഇൻടേക്ക് ആയിരിക്കും. പിന്നെ UK തന്നെ ലാർജസ്റ്റ് ഇൻടേക്കാണ് സെപ്റ്റംബർ ഇൻടേക്ക്. എല്ലാ കോഴ്സസിലേക്കും ഓപ്പൺ ആയിരിക്കും. ഹോം സ്റ്റുഡൻസും ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഒക്കെ ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ഇൻടേക്കാണ് സെപ്റ്റംബർ ഇൻടേക്ക്. ഇങ്ങനെ 3 ഇൻടേക്കാണുള്ളത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിലേക്കൊക്കെ ഉള്ള ഓഫർ ലെറ്ററും ഒക്കെ എനിക്കൊന്ന് ക്ലാസ്സൊക്കെ കൊടുത്തു തുടങ്ങി. പക്ഷേ ഇപ്പോൾ ഈ റൂൾസ് ചേഞ്ച് കാരണം UK ഒരുപാട് ലോ ആയല്ലേ, ഒരുപാട്
മുന്നത്തെ വർഷങ്ങളിൽ ഒരുപാട് പേര് വന്നുകൊണ്ടിരുന്നേ. ഇപ്പോൾ അതിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ വളരെ ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ കുറേ റൂൾസൊക്കെ ചേഞ്ചായി. ആ റൂൾസൊക്കെ ചേഞ്ച് ആയതിനെ പറ്റി ഒന്ന് പറയും? എനിക്ക് ആധികാരികമായിട്ടൊന്നുമല്ല, അറിയാവുന്നത് പറഞ്ഞുതരാം. 2024 ജനുവരി തൊട്ടിട്ടാണ് നമ്മുടെ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയത്. അതായത് സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരത്തില്ല. PhD സ്റ്റുഡൻസിന് കൊണ്ടുവരാം, അല്ലാതെ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ വരുന്ന സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെ അലോ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഒരു റൂൾ വന്നു. അപ്പം അതായത് 24 തൊട്ട് കൊടുക്കുന്ന ഓഫർ ലെറ്റേഴ്സിന് അത് ആ റൂൾ ആപ്ലിക്കബിൾ ആയിരുന്നു. അപ്പോൾ 2024 ജനുവരിയിൽ കുറേ പിള്ളേർ വന്നു. മീൻസ് ആ റൂൾ അങ്ങോട്ട് തീരാൻ പോവാണല്ലോ. അതിനുശേഷം വന്ന് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഈ ജൂൺ ഇൻടേക്ക്. നമ്മളൊക്കെ വന്ന ടൈമിൽ ക്യാമ്പസ് നിറച്ച് പിള്ളേരായിരുന്നു. അതാ ഞാനിപ്പോ വന്നപ്പോ ഇവിടെ ആരെയും കാണാനില്ല. ഇപ്പൊ ഇല്ല, പിള്ളേരെ ഇല്ല. ചെറിയ പൊട്ടും പൊടി പോലെ അവിടെ എവിടെയും പിള്ളേരേ ഉള്ളൂ. പിള്ളേരുടെ എണ്ണം കുറേ കുറഞ്ഞത് മൊത്തത്തിൽ. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല, UK ഫുള്ള് ഏകദേശം ഒരു 40-44% പിള്ളേരുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒറ്റ റൂളും ഉണ്ട്. പിന്നൊരു റൂൾ എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മളുടെ ഇവിടെ വന്നിരുന്ന സ്റ്റുഡൻസ് ഒക്കെ കൂടുതലായിട്ടും ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു ജോലിയിലേക്കാണ് കൂടുതലായിട്ട് വർക്കിന് കഴിയാണ്ട് തന്നെ. ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്താ വെച്ചാൽ സ്റ്റുഡന്റ് വിസ കഴിയാണ്ട് തന്നെ ഹെൽത്ത് കെയർ വിസയിലോട്ട് മാറും. അല്ലാത്തവരെന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞ ഉടൻ ഹെൽത്ത് കെയർ വിസയിലോട്ടാണ് മാറുന്നത്. അതെ, ആദ്യം ആ റൂള് ചേഞ്ച് ആയിരുന്നു. എന്ത് ജൂൺ തൊട്ട് ചേഞ്ച് ആയി. 2023 ജൂൺ തൊട്ട് തന്നെ മറ്റേ റൂള് ചേഞ്ച് ആയത്. കോഴ്സ് കഴിയാതെ ആർക്കും വേറെ വിസ. അപ്പോൾ ഹെൽത്ത് കെയർ മാത്രമല്ല, ഒരു വർക്ക് വിസ കോഴ്സ് കഴിയാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ റൂൾ 2023 വന്നിരുന്നു. അത് പക്ഷേ അതിന് അത്രയ്ക്ക് എഫക്റ്റ് ചെയ്തില്ല. ബിക്കോസ് എല്ലാവർക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെ. പക്ഷേ അതിനുശേഷം ഹെൽത്ത് കെയർ വിസ എടുക്കുന്ന ആൾക്കാർക്ക്, സ്കിൽഡ് വർക്കർ വിസ എടുക്കുന്ന ആൾക്കാർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ റൂൾ കൂടി ഇംപ്ലിമെന്റ് ചെയ്തു. സ്കിൽഡ് വർക്കർ വിസ അല്ലല്ലോ, ഹെൽത്ത് കെയർ വിസ എടുക്കുന്നവർക്ക് ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. സ്കിൽഡ് വർക്കർ വിസ ആണെങ്കിൽ നമുക്ക് ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും റൂൾ ചേഞ്ച് ആക്കി. അപ്പോൾ ഒരുപാട് റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്ത കാരണം ഇപ്പം കുറച്ച് പിള്ളേർ മാത്രമേ ഇപ്പം ഇങ്ങോട്ട് കയറി വരുന്നുള്ളൂ നാട്ടിൽ നിന്ന്. എണ്ണം കുറവാണ് ഇവിടെ. അല്ല, ക്യാമ്പസിൽ മൊത്തത്തിൽ അത് വിസിബിൾ ആണ്. ഇപ്പം അത്യാവശ്യം സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരിക്കേണ്ട ടൈമാണിത്. പക്ഷേ വെക്കേഷൻ പോലെയാണ് കാണുമ്പോൾ. സെപ്റ്റംബറിൽ പിള്ളേർ വരും. അപ്പോഴും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കൗണ്ട് കുറവ് തന്നെയായിരിക്കും. റൂളൊക്കെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ഇപ്പം കുറേ യൂണിവേഴ്സിറ്റിന്റെ സർവേയും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഇത് നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ഈവൻ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ വരെ ഇത് ബാധിക്കുന്നുണ്ട്. ഇനി UK ഇപ്പം ഒരുപാട് പേരുണ്ടല്ലേ, അവർക്ക് ആവശ്യത്തിൽ കൂടുന്ന ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഉണ്ട്, ഇന്റർനാഷണൽ പീപ്പിൾ അല്ലേ. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റൂല. എന്നുവെച്ചാൽ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് അവരുടെ കൺട്രീൻ്റെ എക്കണോമിക് സിസ്റ്റത്തെ ബാധിക്കുന്നു എന്ന് കാണുമ്പം അവരത് തടയിടുന്നതാണ്. കുറച്ച് ടെമ്പററി ആയിരിക്കും. ഇപ്പം അവർക്ക് വീണ്ടും ആളെ ആവശ്യമാണെന്ന് വരുമ്പോൾ അവരത് വീണ്ടും ഓപ്പൺ ചെയ്യും. ഇതിനിടയ്ക്ക് PSW സ്റ്റോപ്പ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു റൂൾ വരുന്നുണ്ടായിരുന്നു. അത് പിന്നെ ബില്ല് പാസ്സായില്ല. അതുകൂടെ ആയ സമാധാനമായി. ഓക്കെ.